നമ്മളിപ്പോ നിൽക്കുന്നത് ധ്യാന യോഗത്തിലാണ്. 6ാം അധ്യായം അല്ലേ? അപ്പൊ അതിനു മുമ്പ് കർമ്മം, ജ്ഞാനകർമ്മ, സന്യാസ യോഗമൊക്കെ കഴിഞ്ഞു. ധ്യാന യോഗം എത്തുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ച് ധ്യാനാവസ്ഥ എത്തിയിരിക്കണം. അപ്പോഴാണ് ഭഗവത്ഗീത മനസ്സിലായി എന്ന് പറയാം. അപ്പോ എപ്പോഴാണ് എന്താ പറയാ, ഭഗവത്ഗീത മനസ്സിലാക്കേണ്ടതല്ല, എന്നാൽ മനസ്സിലാക്കണം, അത് അനുഭവിക്കേണ്ടതാണ്. ആ അർത്ഥത്തിലാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തീർച്ചയായിട്ടും ധ്യാനാത്മകമായൊരു മനസ്സിലേക്ക് വരണമെങ്കിൽ ജ്ഞാനം എന്നുള്ള അഗ്നി കൊണ്ട് കർമ്മത്തെ ശുദ്ധീകരിക്കണം എന്നാണ് പറഞ്ഞു വെച്ചത്. ജ്ഞാനം എന്ന അഗ്നി കൊണ്ട്, അഗ്നിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ധ്യാന ശ്ലോകം, ധ്യാനയോഗത്തിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് പ്രധാന ശ്ലോകം 5-ാമത്തെയാണ്. 5, 16, 17, 26, 27, 35 തുടങ്ങിയവയാണ് അത്ര ബൃഹത്തല്ലാത്ത ധ്യാന യോഗം എന്ന ഭഗവത്ഗീതയിലെ 6ാം അധ്യായത്തിലെ പ്രധാന ശ്ലോകങ്ങൾ. ഓക്കെ, അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. കർമ്മം, കർമ്മസന്യാസം, യുഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തിയ ഇപ്പൊ കർമ്മം എത്ര മഹത്തായാലും, അതില് ഭഗവാൻ പറയുന്നത് കർമ്മം എത്ര മഹത്തരമായാലും ശരി, ആ കർമ്മം ചെയ്യുന്ന ആളുടെ മനസ്സിൽ അതൊരു പോറലേൽപ്പിക്കും. പോറൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹത്തായ കർമ്മം എങ്ങനെയാ പോറലേൽപ്പിക്കുക? ഒരു തിരശീല പോലെയാ, സിനിമാ തിയേറ്ററിലെ തിരശീല പോലെയാ. തിരശീലയില് സിനിമ ഇങ്ങനെ എന്താ പറയാ, ആത്മപ്രകാശം പോലെ ഒരു പ്രകാശം പുറപ്പെടുവിച്ച് ഫിലിമിലൂടെ അത് കടന്നു പോകുമ്പോൾ ഫിലിമില് പകർത്തി വെച്ച നാടകങ്ങൾ, അത് ദുരന്തമാകട്ടെ, സന്തോഷമാകട്ടെ, പ്രണയമാകട്ടെ, അതെങ്ങനെ അഴിഞ്ഞാടും തിരശീലയിൽ, അല്ലേ? ഇതൊക്കെ നടക്കും. വലിയ മഹാഭാരതവും യുദ്ധവും ഒക്കെ നടക്കും തിരശീലയിൽ. അത് കണ്ട് നമ്മൾ ദുഃഖിക്കും, സന്തോഷിക്കും, വിജൃംഭിക്കും. തിരശീലയിൽ എന്തെങ്കിലും പോറൽ വരാറുണ്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല. നായകനും വില്ലനൊക്കെ അടികൂടി എന്താ പറയാ, ഒന്ന് കൊല വിളിച്ചാലും തിരശീലയ്ക്ക് യാതൊരു പോറലും ഇല്ല. പക്ഷെ അതുപോലെ അല്ല മനസ്സിന്റെ തിരശീല, ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പോറൽ എങ്ങനെ വരുന്നു? പോറൽ എന്ന വാക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. സംസ്കാരം ഉണ്ടാക്കും. അതെങ്ങനെയാ? അതാണ് ഈഗോ. അപ്പോഴാണ് മനസ്സിനെ നമ്മൾ കുറേ പ്രാവശ്യം, ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം, നമ്മുടെ മനസ്സിൽ തെളിയാൻ വേണ്ടിയിട്ടാ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നാ പറയാ. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനില് വാസന ചോദിതമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഉപോൽപ്പന്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. എങ്ങനെ കർമ്മം എങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് ഉദാത്തമായ കർമ്മം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചെയ്തത് ഉദാത്തമാണെന്ന് എനിക്ക് ബോധ്യമായി. ആർക്കാ ബോധ്യപ്പെടുന്നത്? എനിക്ക്, ഞാൻ. അഹങ്കാരം, അഹങ്കാരം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരുവന്റെ ഈഗോ ഉള്ള വേറെ അർത്ഥത്തിലല്ല, ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. കർത്തൃത്വ ബോധം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ മനസ്സ് മനനം ചെയ്യുന്നതാണ്, മനനം ചെയ്ത് നോക്കുന്നതാ. അതായത് മഹത്താണോ, മ്ലേച്ഛമായ കർമ്മമാണോ, എനിക്ക് ഉതകുന്നതാണോ, ഉതകാത്തതാണോ, ദുരന്തം ഉണ്ടാക്കുന്നതാണോ, ശ്രേയസ് ഉണ്ടാക്കുന്നതാണോ, പ്രേയസ് ഉണ്ടാക്കുന്നതാണോ? രണ്ടു തരം കർമ്മങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ പറയാം. പ്രേയസ്, നമ്മുടെ യമന്റെ അടുത്തേക്ക് പോയൊരു പയ്യനുണ്ടായിരുന്നില്ലേ, നച്ചിക്കേതസ്. നച്ചിക്കേതസിനോട് യമൻ പരീക്ഷിച്ചു. ഇത്തരം ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോ, ഇത് ഈ ആത്മജ്ഞാനമൊന്നും ഗുരുക്കന്മാരുടെ അടുത്ത് കൊടുക്കില്ല, പരീക്ഷിക്കും. ഇത് ഉൾക്കൊള്ളാനുള്ള ഹൃദയമുണ്ടോ, മനസ്സുണ്ടോ, പക്വതയുണ്ടോ എന്നൊക്കെ നോക്കത്രേ. നച്ചിക്കേതസിനോട് പറഞ്ഞു, മകനെ, നിനക്ക് ഞാൻ എല്ലാം തരാം. ഓർമ്മയുണ്ടായിരുന്നില്ല കഥ? അപ്പൊ അതില് പറയാ, ഈ നച്ചിക്കേതസിന്റെ കഥയില്
ഈ യമദേവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെയാണ് ശ്രേയസിനെ കുറിച്ചും പ്രേയസിനെ കുറിച്ചും പരാമർശം വരുന്ന ഒരു സ്ഥലം കൂടിയാണത്. ശ്രേയസ് എന്ന് പറഞ്ഞാല്, പ്രേയസ് എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത കംപ്ലീറ്റ് മുഴുവനുമായും ശ്രദ്ധിച്ച് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുക. എൻ്റെ അഹങ്കാരത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന, എന്നെ അഭിവൃദ്ധിപ്പെടുത്തുന്ന, ഞാനായിരിക്കുന്ന എന്നെ, എൻ്റെ പേരിൽ എൻ്റെ എന്താ പറയുക, എൻ്റെ സംരക്ഷണ വലയങ്ങളെ, ഞാൻ സംരക്ഷിക്കുന്നവരെ മാത്രം അഭിവൃദ്ധി, അങ്ങനെയാണ് ലോകം കാണുക. അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ജീവിതം പോകുന്നത്, ലോകത്തിന്റെയും വ്യക്തികളുടെയും, അല്ലെ? പ്രേയസ് മാത്ര, എൻ്റെ സമ്പത്ത്, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെതായിട്ടുള്ളൊരു ലോകം. ലോകത്തിന്റെ ഓട്ടപ്പാച്ചിലുകളുടെ ഒരു പ്രശ്നം യമനോട് അവതരിപ്പിക്കുന്നുണ്ട് ടച്ചിക്കാരസിനോട്. ശ്രേയസ്സും വേണം. അത് 5-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എങ്ങനെ ശ്രേയസ് ഉണ്ടാവുക. ശ്രേയസ്സിൽ നിന്നും ഉയർന്ന് ശ്രേയസ്സിലേക്ക് പോകും. അപ്പൊ നമ്മൾ വീണ്ടും വന്നത്, കർമ്മം എത്ര മഹത്തരമായ കർമ്മമായാലും അത് ചിത്തവൃത്തിയിൽ പോറലുകളല്ല, സംസ്കാരങ്ങൾ, മുദ്രണങ്ങൾ ഉണ്ടാകും. എത്ര മഹത്തരമായാലും അത് ഞാൻ ചെയ്തു, എൻ്റേത്, ഇത്തരം വളരെ സൂക്ഷ്മമായ ഒരു ഈഗോ ഉണ്ടാക്കും. നാരായണഗുരു എപ്പോഴും എനിക്ക് അതിങ്ങനെ ഓർമ്മ വരും. വലിയ ഒരു അഹന്ത വരം തരണം എന്നൊക്കെ പറയും. അപ്പോ ആത്മാന്വേഷണത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലിയ ഒരു അഹന്ത വരം. ശ്രേയസിനും പ്രേയസ് വേണം നമുക്ക് നമ്മുടേതായ ജീവിതത്തിലെ കർമ്മ മേഖലകളിലേക്ക് പുഷ്ടിപ്പെടുത്തുന്നതിന് പ്രേയസ് വേണമെങ്കിൽ അതോടൊപ്പം തന്നെ സന്തുലനത്തോടെ ശ്രേയസിനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവും. സമ്യക്കായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയാം. അപ്പൊ ഇവിടെ വീണ്ടും സൂക്ഷ്മമായ ഒരു കാര്യത്തിലേക്കാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനെ കൊണ്ടുപോകുന്നത്. അർജുന, കർമ്മം എത്ര മഹത്തായാലും അതിനൊരു പോറലുണ്ടാവും. നോക്കി, അതിന് ആശ്വാസം കിട്ടണമെങ്കിൽ, ആ കർമ്മ ആശ്വാസമല്ല, അതിന് പോകണമെങ്കിൽ ആണ് ജ്ഞാനകർമ്മ സന്യാസയോഗം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിന് പിന്നിലെ, ഈ കർമ്മങ്ങൾക്ക് പിന്നിലെ ചേതനയായിട്ടുള്ള, അഗ്നിയായിരിക്കുന്ന, പ്രകാശമായിരിക്കുന്ന, കർമ്മങ്ങൾക്ക് പിറകിലത് അതിന് അഗ്നി കൊടുക്കുന്ന, അതിന് ആത്മാവ് കൊടുക്കുന്ന, സദാ അറിഞ്ഞുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്ന ഒന്നുണ്ട്. അതില് മനസ്സ് വെച്ചുകൊണ്ട് കർമ്മം ചെയ്യാം. അപ്പൊ നമുക്ക് സമചിത്തത ഉണ്ടാവും. ഞാനല്ല എന്നുള്ളത്. അവിടെ നിന്നാണ് നിഷ്കാമ കർമ്മത്തിലേക്ക് പതുക്കെ പോകുന്നത്. ഇതൊരു രഹസ്യമാണ്, അല്ലേ? ഇതൊക്കെ രഹസ്യങ്ങളാ. ജീവിതത്തിന്റെ പരമമായ രഹസ്യമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് എത്രയോ വലിയൊരു കാര്യമാണ്, അല്ലേ? വേദാന്തങ്ങളിൽ മൊത്തം എഴുതി, ഉപനിഷത്തുകൾ വ്യാസഭഗവാൻ എഴുതി വെച്ചു. ആ രഹസ്യത്തെ വളരെ ഭംഗിയായി, സിസ്റ്റമാറ്റിക്കായി, ക്രമാനുഗതമായി ചോദ്യ ഉത്തരങ്ങളിൽ കൂടെ കൊണ്ടുവച്ച കൃതിയാണ് ഭഗവത്ഗീത. ഒരു രഹസ്യത്തെ പെട്ടെന്ന് അങ്ങോട്ട് വെളിവാക്കി കഴിഞ്ഞ കാര്യമില്ല, അല്ലേ? അത് മനസ്സിലാക്കാൻ പറ്റണം, അല്ലേ? മരുന്ന് കഴിക്കുന്ന പോലെ എടുത്ത് കഴിക്കാൻ പറ്റുമോ? അപ്പോ അതും ശോക ആർത്തനായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു മനസ്സിനെ പരമമായ ജീവിതത്തിന്റെ രഹസ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് പടികളുണ്ട്, അതിനുള്ളൊരു പരീക്ഷണ ഘട്ടങ്ങളുണ്ട്, അതിലുള്ള പരീക്ഷണങ്ങളുണ്ട്. ആൾക്കത് മനസ്സിലാവുമോ? മനസ്സിലായില്ലേ? അപ്പോ ഈ രഹസ്യം ശരിയായി മനസ്സിലാക്കാൻ അർജുനന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആദ്യം കർമ്മത്തിന് പ്രേരിപ്പിച്ച അർജുനനോട് കൃഷ്ണൻ അധ്യായത്തിന്റെ അവസാനത്തില് കർമ്മസന്യാസത്തെ പ്രശംസിക്കുന്നത് കൊണ്ടാണ്. അത് അർജുനനെ പൂർവാധികം വീണ്ടും സംശയാലുവായി. എന്താ കർമ്മസന്യാസ യോഗത്തിനെ പുകഴ്ത്തണ? അവിടെയാണ് രഹസ്യത്തിന്റെ ഒന്നാമത്തെ രഹസ്യം കൊണ്ടുവയ്ക്കുന്നത്. കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല, അല്ലേ? പിന്നെ ഇങ്ങനെ കോമയിലൊക്കെ പോയി കിടക്കണം. ചില ആൾക്കാർ കോമയിലൊക്കെ കിടക്കുന്നത്, അല്ലെ? അവിടെയും കർമ്മം മനസ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോ നമുക്ക് രക്ഷപ്പെടാണെങ്കിൽ കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാ കർമ്മം ചെയ്യാൻ വേണം. ഭയങ്കര തമാശയാണ്. ഇതൊക്കെയാ കൊണ്ടുവച്ചുള്ള ജീവിതം. ജീവിതത്തിന്റെ രഹസ്യം അതാ. ജീവിതം തന്നെ കർമ്മമാണ്. പക്ഷെ കർമ്മത്തിന്റെ ചുഴിയിൽ പെടാനും പാടില്ല. ഇതിനാണ് കർമ്മ സന്യാസ യോഗം എന്ന് പറയാം.
എന്താ രസം അല്ലെ? അത് 5-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചു. അപ്പൊ പറയുന്നതാണ്, ഞാൻ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, കൃഷ്ണൻ പറഞ്ഞ കാര്യം ഞാൻ അത് വിവരിച്ചു. യജ്ഞം എങ്ങനെയാ? അർപ്പിക്കുക, യജിക്കുക, ത്യജിക്കുക. അവിടെയാണ് ഞാൻ പരമ്പരാഗതമായ പൂർവ മീമാംസ, ഉത്തരമീമാംസയെ കുറിച്ചൊക്കെ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയില്ലേ? യജ്ഞം ആധ്യാത്മികം, ആദിഭൗതികം അല്ലേ? ഏതൊക്കെയത്? അതിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികമായ യജ്ഞങ്ങൾ. അപ്പോഴാണ് സൂക്ഷ്മ രഹസ്യത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക അല്ലെ? കൊണ്ടുപോകുന്നൊരു യാത്രയാണ് ധ്യാനം. അപ്പൊ അവിടെ നമ്മള് ഈ യജ്ഞം എന്ന് പറഞ്ഞ് പൂർവമീമാംസയിൽ പറയുന്ന യജ്ഞശാലയൊക്കെ ഉണ്ടാക്കി അഗ്നിയെ ജ്വലിപ്പിച്ച് അതിലേക്ക് ഹവിസ്സുകളെ ആഹൂതി ചെയ്ത് ദേവ, പിതൃ, ഋഷി പരമ്പരകളെ പ്രീതിപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് സൂക്ഷ്മമായൊരു യാത്ര തുടങ്ങുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അത് ചെയ്യണമെന്നൊന്നുമില്ല, മനസ്സിലായില്ലേ? അത് സൂക്ഷ്മമല്ല, അത് സ്ഥൂലമായിട്ടുള്ള അതിഭൗതികമായിട്ടുള്ള യജ്ഞമാണ്. അവിടെ നിന്നൊരു മനുഷ്യന്റെ പ്രയസിൽ നിന്ന്, പണ്ടൊക്കെ രാജാക്കന്മാര് മഴ വരാനും അഭിവൃദ്ധിക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമാണ് യജ്ഞങ്ങൾ നടത്തിയെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണല്ലോ. അത് പ്രയസിൽ വരും. നമുക്കത് ആവശ്യമാണ്, വേണ്ടേ? പ്രയാസം പിടിച്ചിരുന്നാലോ? എൻ്റെ സ്വത്തും കെട്ടിപ്പിടിച്ചിരുന്നു, ഓക്കെ, എൻ്റെ എനിക്കുള്ളത് ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോഴാവും മരണം പതുക്കെ പിന്നാലെ വന്ന് വിളിക്കുക, ചേട്ടാ പോകാറായി. അപ്പൊ അവിടെ സംവാദത്തിന്റെ രക്ഷയില്ല. നചികേതസ്സല്ല നമ്മള്. യമധർമ്മ, ഒരു ദിവസം കൂടി വേണം, പേരക്കുട്ടിയുടെ കല്യാണം കൂടി കഴിയാനുണ്ട് എന്ന് പറയുമ്പോൾ യമൻ കാത്തു നിൽക്കില്ല. അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലെ? ദൈവമേ, ഇത്ര നേരത്തെ എന്നെ വിളിച്ചോ? ദൈവം പറയാം, എത്രയോ സമയം ഞാൻ നിനക്ക് തന്നു, എത്രയോ സിഗ്നലുകൾ ഞാൻ തന്നു, എത്ര നിശബ്ദമായി ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നല്ലോ, നീ അത് കേട്ടില്ല. നീ പ്രയസിന്റെ പിന്നാലെ പായായിരുന്നല്ലോ. അപ്പോ അവിടെ മനസ്സിലായി. അപ്പൊ യജ്ഞം പ്രയസിനുള്ള അതിഭൗതികമായ യജ്ഞങ്ങള്, അത് യജ്ഞം തന്നെയാണ്. ആധ്യാത്മികം, സമൂഹത്തിന് വേണ്ടുന്ന, നമുക്ക് ചുറ്റും വേണ്ടുന്ന അവർക്ക് കൊടുക്കുകയാണ് യജ്ഞം. ത്യജിക്കുക. നമ്മൾ സൂര്യന്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞ പ്രപഞ്ചത്തിന്റെ ഘടന എങ്ങനെയാ? കൊടുത്തുകൊണ്ടേയിരിക്കില്ല. ഇതൊക്കെ രഹസ്യങ്ങളാണ്, മനസ്സിലായില്ലേ? അതിനെന്താ മനസ്സിലാവുക? കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വന്നിട്ടുള്ളത് എടുക്കാനല്ല. നമ്മൾ ജീവിതം എടുത്തതാണോ? തന്നതാണ് ആരോ. ആരും എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ആരും എടുത്തിട്ടില്ല, നമുക്ക് കിട്ടിയതാ. അവിടെ നിന്നാണ് പ്രകർഷം വരുന്നത്. എന്താ പറയാ, ദൈവത്തെ, ജീവിതത്തെ സൂക്ഷ്മമായി ആ രഹസ്യത്തിലേക്ക് നോക്കുമ്പോൾ, നിശബ്ദമാകുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ചിന്തകളൊക്കെ അടങ്ങുമ്പോൾ പതുക്കെ ആ നിശബ്ദതയിൽ നമുക്ക് ആ രഹസ്യങ്ങൾ ഇങ്ങനെ വരും അല്ലെ? അപ്പൊ മനസ്സിലാവും, ദൈവമേ, അപ്പൊ നന്ദി വരും, കൃതാർത്ഥത. അതാണ് പ്രാർത്ഥന, ദൈവമേ എന്നുള്ള പ്രാർത്ഥന. അപ്പോ കൃഷ്ണൻ ഇവിടെ പറയുന്നത്, എത്ര മഹത്തായ കർമ്മം ചെയ്താലും അതില് കർമ്മത്തിന്റെ ഫലം എന്നല്ല പറയാം, കർമ്മത്തിന്റെ പോറലുകൾ എന്നല്ല പറയാം, കർമ്മത്തിന്റെ ഭാണ്ഡങ്ങള്, കർമ്മത്തിന്റെ മുദ്രണങ്ങള്, സംസ്കാരങ്ങള് ഒന്നും അടിയും. ഇതാണ് കർമ്മഭാണ്ഡങ്ങളായി ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ കർമ്മത്തിനനുസരിച്ച് ഓരോ, എന്താ പറയാ, ഭാഗവതം വായിച്ചവർക്കറിയാം അല്ലെ? ഓരോ യുഗങ്ങളിലായിട്ട് നമ്മൾ എത്രയോ യുഗങ്ങളിലൂടെ ചുറ്റിപ്പണഞ്ഞ് ഇങ്ങനെ മനുഷ്യനിങ്ങനെ ഇങ്ങനെ അതൊരു നാടക, വലിയ നാടക. അത് നാരായണഗുരു കാളി നാടകം എന്ന് പറഞ്ഞിട്ട് കൃതി എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് നല്ല രസമാണ്. അപ്പൊ ഇവിടെ അത് ഇല്ലാതാക്കാൻ കർമ്മ സന്യാസ യുഗത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ അർജുനന് കൺഫ്യൂഷനായി. വീണ്ടും കർമ്മം പറഞ്ഞിട്ട് കർമ്മ സന്യാസത്തെ പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കർമ്മം യജ്ഞമാക്കണം. കർമ്മത്തിൽ നിന്ന് ഓടാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. കർമ്മം യജ്ഞമാക്കുക.
പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം? രാവിലെ എണീക്കുമ്പോൾ തന്നെ നന്ദി പറയാം. ബെഡിലിരുന്നത് ദൈവമേ നന്ദി, അല്ലേ? ഈ ഒരു ദിവസം എനിക്ക് നന്ദിയുണ്ട്, അല്ലേ? ഇതൊരു പുതിയ ദിവസമാണ്. ഇതെന്റെ ഈശ്വരീയതയെ അറിയാനുള്ള ഒരു ദിവസമാണ്. ആദ്യം സമാധാനമായിട്ട് ഇരിക്കുക. മനസ്സ് അവിടേക്ക് ഇവിടേക്ക് ഓടിപ്പിക്കും നമ്മളെ, അല്ലേ? അവിടെ ചെയ്യണം, ഇന്ന് കുട്ടി പേരക്കുട്ടിക്ക് അവിടേക്ക് പോകണം, മകന് പോകണം, മകൾക്ക് പോകണം, എനിക്ക് പോകണം. ബഹളങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി സ്വല്പം ധ്യാനിക്കാം. ഓക്കെ, ഞാനല്ല, ഞാനല്ല ജീവിതം എടുത്തിട്ടുള്ളത്, എനിക്ക് തന്നിരിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് ഒരുപാട് യജ്ഞങ്ങളുണ്ട്, എനിക്ക് ചെയ്യേണ്ടത് യജ്ഞമുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അതെന്റെ ദുരാഗ്രഹങ്ങളെയും എൻ്റെ അസൂയകളെയും എൻ്റെ ഈഗോയിനൊക്കെ എൻ്റെ ആത്മാവാകുന്ന അഗ്നിയിൽ യോജിപ്പിക്കും ഞാൻ. സമൂഹത്തിന് വേണ്ടി ഇന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ പോസിറ്റീവ് സജഷൻ. ഞാനല്ല, അതൊക്കെ എന്നിൽ പ്രകാശിക്കുന്നത് ഈശ്വരീയമായ ഒരു അഗ്നിയാണ്. ആ അഗ്നിയാണ് നമ്മൾ എവിടെ നിന്ന് എങ്ങനെ ജീവിതം തുടങ്ങുക? മൊബൈൽ ഓൺ ചെയ്യും, അല്ലേ? പണ്ട് അങ്ങനെയല്ല, പണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുക, ഭക്ഷണമാണ് വരിക, അല്ലേ? അവിടെ നിന്ന് ആദ്യത്തെ അഗ്നി അവിടെ നിന്നാണ് തെളിയുക. ജീവിതത്തിൽ ആദ്യം തെളിയ അഗ്നിയാ ശരിക്കും. നോക്കിയാ ഈ യജ്ഞത്തിന്റെ ഒരു ഭംഗി ഓർമ്മയില്ലേ? പണ്ട് അടുക്കളയില് വിറക് കത്തിച്ചിട്ടുണ്ടാവും, അഗ്നി തെളിയിക്കുക. അപ്പോ ശ്രേഷ്ഠകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിൽ മന്ത്രം വരും. മന്ത്രം എന്ന് പറയുന്നത് അർത്ഥം കൃതാർത്ഥമായ പ്രകർഷണയുള്ള ഒരു പാടലാണ്, അല്ലേ? ഓം അവിടെ നിന്നാണ് ഈ ഉപനിഷത്ത് മന്ത്രങ്ങളിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഓം അഗ്നേയ തവ തേജസ്തും ബ്രഹ്മം. അഗ്നി, നീ ഈ വിറകിൽ നിന്ന് കത്തുന്ന എൻ്റെ അരിയെ, എൻ്റെ ഭക്ഷണത്തെ വേവിക്കുന്ന നീ, അധസ്തും പ്രത്യക്ഷം ബ്രഹ്മാസ്മി, അതകത്തും പുറത്തുമുണ്ട്, അത് ബ്രഹ്മം തന്നെയാണ്. അപ്പൊ കാണുന്നതിനൊക്കെ ബ്രഹ്മമായിട്ട് കാണാം. അന്നം ബ്രഹ്മാസ്മി, എന്ത് ഭംഗിയാ ഋഷിമാര് ചെയ്തു വെച്ചിട്ടത്. അന്നം ബ്രഹ്മമാകുന്നു. അവിടെ നിന്ന് തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവത്ഗീത വരും, കൃഷ്ണൻ വരും. അല്ലെങ്കിൽ നമുക്ക് ഗീത ഒരു പുസ്തകമായിട്ട് പുറത്തിരിക്കും. മനസ്സിലായില്ലേ? അതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ എന്താ പറയാ പാരായണമൊക്കെ ചെയ്ത് നോക്കി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകും, എവിടെയും പോയില്ല. നമ്മുടേതായ കർമ്മഭാണ്ഡങ്ങളുടെ ഭാരം ഒഴിയുമ്പോൾ കൃഷ്ണൻ പറയുന്നു അതിന്റെ ഇങ്ങനെ അത് നോർമലായിട്ട് അതിന്റെ എവല്യൂഷൻ, അതിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ബന്ധനം മുക്തനാവുക, അങ്ങനെയാണ് മുക്തി ഉണ്ടാവുക. ഭഗവത്ഗീതയിൽ അങ്ങനെ അവതരിപ്പിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ അപ്പൊ എങ്ങനെ ഭഗവത്ഗീത ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എണീക്കുമ്പോ തന്നെ എന്താ പറയാ ഭഗവത് രൂപത്തിൽ എണീക്കുക. ആദ്യം അഗ്നി ജ്വലിപ്പിക്കുമ്പോ തന്നെ കാണുന്നത് തന്നെ അവിടെ തന്നെ ഇതെന്റെ ആത്മാവിലിരിക്കുന്ന അഗ്നിയാണ്, ദൈവമാണ്, ദൈവികമാണ്, അല്ലെ? അങ്ങനെയാണ് ആ മന്ത്രങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിനൊക്കെ പുരോഹിതന്മാർ ചിലപ്പോൾ വേറെ രീതിയിലാക്കിയിട്ടുണ്ടാവും. അതെങ്ങനെ വേണേൽ നമുക്ക് എടുക്കാം. അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസ്മി മനോ ഇന്ദ്രിയാണി അങ്ങനെ പോവുക. ബുദ്ധി ജിഹ്വ, മനസ്സിനെയും ബുദ്ധിനെയും ഒക്കെ ജ്വലിപ്പിക്കുന്ന അഗ്നിയായിട്ടാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. ആലോചിച്ച് നോക്കുക, ഭക്ഷണം അന്നം ബ്രഹ്മേതി വചാനാഥ് മന്ത്ര. അന്നം ബ്രഹ്മമാണ്, കഴിക്കുന്നത് പ്രാർത്ഥനയോടെ. അപ്പൊ ജീവിതം ഒരു പ്രാർത്ഥനയാണ്. എന്താ രസം, അല്ലേ? പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതം. അപ്പൊ നമ്മളെ ശ്വാസം ഉണ്ടാവില്ല, തിടുക്കത്തിൽ വരില്ല, അല്ലേ? പ്രാണനൊക്കെ ഒരു തരം സൗമ്യത ഉണ്ടാവും, പ്രാണന് സൗമ്യത വരും, അല്ലേ? പ്രാണൻ പതുക്കെ അലയില്ല. പ്രാണൻ സൗമ്യമാകുമ്പോൾ മനസ്സ് സൗമ്യം. അപ്പൊ കർമ്മങ്ങൾക്കെല്ലാം ഒരു സമചിത്തത വരും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിച്ചു നോക്കിയേ. നമ്മൾ 99.9 പോട്ടെ, 100% പേര് എല്ലാവരും കഴിക്കുന്നത് എങ്ങനെയാ? ഭയങ്കര വാരി വലിച്ചു കഴിക്കുക, അല്ലെ? ഓരോ സ്പൂണും കണ്ണടച്ച്. ആദ്യം നമ്മൾ 5-ാമത്തെ ശ്ലോകം വരുന്നുണ്ട്. പണ്ട് ബ്രാഹ്മണന്മാര്, പുരോഹിത വർഗങ്ങള് ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള ശ്ലോകം 5-ാമത്തേതായിരുന്നു. മനസ്സിലാവണ്ട? അത് ഞാനത് വായിക്കാം, അവിടേക്ക് എത്തും നമ്മളിപ്പോ.
അപ്പൊ ഇങ്ങനെയാണ് ഭഗവത്ഗീതയെ ഡിവൈൻ സോങ് എന്നർത്ഥം, ദിവ്യമായ സംഗീതം, ജീവിത ഒരു സംഗീതം. ആ സംഗീതത്തെയാണ് ദിവ്യമായ സംഗീതമായിട്ട് ഭഗവത്ഗീതയിൽ എന്ന ഗ്രന്ഥത്തിലൂടെ വ്യാസഭഗവാൻ, കൃഷ്ണ ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭക്ഷണമായി അല്ലെ, അത് അന്നമാണ് നമ്മുടെ കർമ്മം. പിന്നെന്താ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും ആ കർമ്മം ചെയ്യുമ്പോൾ പ്രാണനെ ശ്രദ്ധിക്കുക. ഒരു കണ്ണകത്തേക്ക് പോവാം, എന്റെ പ്രാണൻ എങ്ങനെയാണ്. ഏത് കർമ്മം ചെയ്യുമ്പോഴും പ്രാണനാ ചിത്തതയോടെ പ്രാണനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഉള്ളിൽ എരിയുന്ന ഈ നിരന്തരമായ അഗ്നി, ആത്മാവ്, ആ പ്രകാശം തന്നെയാണ് എൻ്റെ പ്രാണനെയും. അപ്പൊ പ്രാണൻ അഗ്നിയാണ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് അതിനോട് റെസ്പെക്ട് തോന്നും. ഓരോ ശ്വാസം, സൂഫികളിൽ ഒരു രീതിയുണ്ട്, അവരോരോ ജപമാലയിൽ ഓരോ പ്രാണനിലും ഇങ്ങനെ ഈശ്വരീയമായ ഈശ്വരനകത്തേക്കും പിന്നെ അത് പുറത്തേക്ക് പോകുമ്പോൾ അതെല്ലാവരും ലയിപ്പിക്കുന്ന ഒരു രീതിയിൽ പല സൂഫി മെത്തേഡുകളുണ്ട്. ഓരോ പ്രാണനിൽ പോലും ശ്രദ്ധിക്കുക. ശ്രദ്ധയാണ് ഒരു തരത്തിലൊക്കെ ധ്യാനം. അത് ജീവിതത്തിന്റെ ഒരു രഹസ്യം അറിയണമെങ്കിൽ ശ്രദ്ധ വേണം എന്നാണ് മുനിമാരും ഋഷിമാര് ഉപനിഷത്തുകൾ സൗമ്യ എന്നാണ് വിളിക്കുക. ഉപനിഷത്തുകൾ വായിക്കും പറയാ സൗമ്യ എന്നാണ് ശിഷ്യനെ വിളിക്കുക. ശിഷ്യന്റെ പേര് സൗമ്യ എന്നല്ല കേട്ടാ, സൗമ്യ. സോറി. കാരണം സൗമ്യമായി പ്രാണനെ സൗമ്യമായി വെച്ചവനാണ്. അത് 10-12 വർഷം ഗുരുകുലവാസം കഴിഞ്ഞ് സൗമ്യതയാർജിച്ച് പക്വതയാർജിച്ചവനാണ് അത് പറഞ്ഞു കൊടുക്കുക രഹസ്യങ്ങൾ അല്ലെ. സൗമ്യ എന്നാ വിളിക്കുക. അപ്പൊ സൗമ്യനായിട്ടുണ്ടായുള്ള ആളെ തന്നെ വിളിക്കുള്ളൂ, സൗമ്യനായിട്ടുണ്ടാവും. വീണ്ടും ഓർമ്മിക്കുക, സൗമ്യ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന 2 വാക്കുകളാണ് സൗമ്യ, ശ്രദ്ധാലു. ശ്രദ്ധ, ജ്ഞാനം ലബ്ധതേ, ശ്രദ്ധാലുവിന് ജ്ഞാനം ഉണ്ടാകുക. രഹസ്യം അറിയപ്പോഴാ, ശ്രദ്ധയോടെ നിരീക്ഷിക്കുമ്പോഴാണ്. ശ്രദ്ധയോടെ നിരീക്ഷിക്കണമെങ്കിൽ പ്രാണൻ സൗമ്യമായിരിക്കണം, ഇല്ലെങ്കിൽ ബഹളങ്ങളാവും. മനസ്സ് സൗമ്യമല്ല. മനസ്സ് ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ നമ്മൾ എന്ത് രഹസ്യം അറിയും? രഹസ്യം അറിയുമ്പോൾ തന്നെ ബഹളത്തിനിടയിലാണ് രഹസ്യം പറയണത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ബഹളം വെക്കുമ്പോ ഒരാളും പറയില്ല, അങ്ങനെ കേൾക്കില്ല. പതുക്കെ പറയേണ്ടതാ, ചെവിയിൽ പറയേണ്ടതാ. അതൊരു കാവ്യം പോലെയാ. ഋഷിമാര് ശിഷ്യന് ചെവിയിലാത്ര പറയാം, മന്ത്രദീക്ഷകൾ എന്നല്ല പറയാ. രഹസ്യമാണത്, രഹസ്യാത്മകമാണ്, സൗന്ദര്യാത്മകമാണ്. അങ്ങനെയാണ് നമ്മള് ജീവിതത്തിലേക്ക് ഭഗവത്ഗീതയെ സംക്രമിപ്പിക്കുക. ഓക്കെ, അവിടെ നിന്നാണ് സന്യാസയോഗത്തെ പുകഴ്ത്തിയപ്പോ അർജുനുള്ള സംശയം പതുക്കെ ധ്യാനത്തിലേക്ക്. ധ്യാനെത്തുമ്പോ കർമ്മം കളയലല്ല. ഓക്കെ, അനാശ്രിത കർമ്മഫലം. ആദ്യത്തെ ശ്ലോക, ക്ഷമിക്കണം, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ. ആദ്യത്തെ ശ്ലോക, ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയ. കർമ്മഫലം അനാശ്രിതം, കർമ്മഫലം ആശ്രയിക്കാതെ, കർമ്മഫലത്തെ ആശ്രയിക്കാതെ. ഈ കാര്യം കർമ്മ കരോതി അത് ചെയ്യാം. ആരൊരാളാണോ കർമ്മഫലങ്ങളെ ആശ്രയിക്കാതെ ആഗ്രഹിക്കാതെ ആരൊരുവനാണോ കർമ്മം ചെയ്യുന്നത്, കർമ്മം ചെയ്യാൻ കഴിവുള്ളവൻ, സന്യാസി, അവനെയാണ് സന്യസിക്കുക, ത്യജിച്ചവൻ എന്ന് പറയുക, സന്യാസി എന്ന് പറയുക. യോഗീച്ച, അപ്പൊ 2 അർത്ഥങ്ങളായി അല്ലെ. യോഗിക്ക് സൗമ്യമായി ശ്രദ്ധയോടെ ജീവിക്കുന്നവന്റെ, വളരെ അതീവ ശ്രദ്ധാലുവായി ജീവിക്കുന്ന പേര് ആണ് യോഗി. യോഗയുക്ത, കുറെ വാക്കുകൾ ഗീതയിലുണ്ട്. സന്യാസി, ഇതൊക്കെ ഒരു അർത്ഥങ്ങളാണ് ഒരു തരത്തിൽ. ഓക്കെ, സംസ്കൃതം എന്നെടുക്കുമ്പോൾ അതിൻ്റെ റൂട്ട് വാക്കുകൾ സന്യസിക്കുക എന്നൊക്കെ ചെയ്യാമെങ്കിലും ഭഗവത്ഗീതയിൽ കറക്റ്റായി പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹമാണ് സന്യാസി ച യോഗി ച, അവൻ തന്നെ സന്യാസിയും യോഗിയും.
അഗ്നിഹോത്രാദികളും അക്രിയ അദ്ദേഹത്തിന് അഗ്നിഹോത്രാദികൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സന്യാസിയാവില്ല. പണ്ടെങ്ങനെയാ സന്യാസി? സക്രിയങ്ങളായിട്ടുള്ള ഗൃഹസ്ഥ കർമ്മങ്ങളെ ഉപേക്ഷിച്ചു പോയവനാണ് സന്യാസി, അല്ലെ? അങ്ങനെയല്ലേ സങ്കല്പം? എന്ത് ഭഗവാൻ വളരെ കൃത്യമായിട്ട് അതിനെ ഖണ്ഡിക്കുന്നുണ്ട്. അത് ഉപേക്ഷിച്ചത് കൊണ്ട് സന്യാസി ആവണമെന്നില്ല. വളരെ സൂക്ഷ്മമായ ഒരു ശ്ലോകമാണ്. ക്ലിയർ ആയല്ലോ? അത് ഏതൊരുവനാണ് ഈ ഗീത ശ്രവിക്കുന്ന, ഗീത പറയുന്ന ഏതൊരുവനിലും അവന്റെ ജീവിതത്തിലേക്ക് ഇത് എപ്പോഴാണോ സംക്രമിപ്പിക്കുന്നത്, പകർത്തുന്നത്, ആ മൊമെന്റ് നമ്മൾ അതിലേക്ക് യാത്രയായി സന്യാസിയായി തുടങ്ങി, യോഗിയായി തുടങ്ങി, കൃഷ്ണനായി തുടങ്ങി. എന്താ രസം! ഇതൊന്നും ചെയ്യാതെ ജീവിതത്തിലേക്ക് ജീവിതം പകർത്താതെ പിന്നെ 1000 വർഷം 10000 വർഷം ധ്യാനിച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക്, അല്ലെ? രാവണനും ധ്യാനിച്ച ആളാണ്. അപ്പൊ ഇതൊരു വലിയ സാധ്യതയാണ്, ഒരു പൊട്ടൻഷ്യലാണ്. ഒരു ജീവിതത്തെ സ്വന്തം ആൾക്കാരെ തന്നെ കൊല്ലുന്ന തരത്തിലേക്ക് കർമ്മ വലിച്ചഴച്ച ഒരു മനുഷ്യൻ അർജുനൻ. നമ്മളൊക്കെ അങ്ങനെ വിളിച്ചഴക്കപ്പെടുന്നവരാണ്. ആ ഘട്ടത്തിൽ നിന്ന് പോലും ജീവിതത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ സാധ്യതയായിട്ടുള്ള പുരുഷാർത്ഥത്തിലേക്ക് ജീവിതത്തെ സംക്രമിപ്പിക്കാൻ കഴിയുമെന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് തയ്യാറാവണം ആദ്യം. ഓക്കെ. അപ്പോ ഉള്ളിലുള്ള എല്ലാ സങ്കല്പങ്ങളെയും വിടർത്തി അനാശ്രിതമായിട്ട് കർമ്മഫലത്തെ ആശ്രയിക്കാതെ നിഷ്കാമ കർമ്മം എന്നാണ് ആദ്യത്തെ ഇതിന്റെ ഉത്തരം. ആദ്യത്തെ ശ്ലോകത്തിന്റെ അന്വയാർത്ഥം. അപ്പൊ സന്യാസം യോഗം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ശ്ലോകം. യം സന്യാസമിതി പ്രാഹുയോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്ത സങ്കല്പ യോഗീ ഭവതി കശ്ചന. യം ഏതിനെയാണോ സന്യാസ ഇതി പ്രാഹു, സന്യാസം എന്ന് പറയുന്നത്, തം യോഗം വിദ്ധി, അത് തന്നെ യോഗം. നേരത്തെ പറഞ്ഞു സന്യാസി തന്നെയാണ് യോഗി. ഇവിടെ വീണ്ടും പറഞ്ഞു സന്യാസം തന്നെയാണ് മകനെ യോഗവും. യോഗം തന്നെ സന്യാസം. നമ്മളൊക്കെ ആരൊരുവനാണോ ഈ രീതിയിലേക്ക് ജീവിക്കുന്നത്, ശ്രമിക്കുന്നത്, അവരൊക്കെ യോഗികളാണ്. ഓരോ പടികളുണ്ട് യോഗിയുടെ അവസ്ഥയിൽ, അല്ലെ? ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ഓരോ പടികളുണ്ട്, സൂക്ഷ്മമായ ശ്രദ്ധയിൽ 24 മണിക്കൂർ ശ്രദ്ധാലുവായി ജീവിക്കുക. അത് ആ പടിപടിയായിട്ട് നമ്മൾ വരും. ഇതൊരു യാത്രയാണ്. അതിനെ വേണമെങ്കിൽ ധ്യാനം എന്നും വിളിക്കാം. എന്തെന്നാൽ തം യോഗം വിദ്യ, അത് തന്നെ യോഗം, അല്ലെ? അസന്യസ്ത സങ്കല്പങ്ങളെ ത്യജിക്കാതെ കശ്ചന യോഗി ന ഭവതി, സങ്കല്പങ്ങളെ കളയാതെ ആര് യോഗിയായി ഭവിക്കുന്നില്ല. അപ്പൊ യോഗിക്കെതിരെയുള്ളത് എന്താ സങ്കല്പങ്ങള്? ഞാൻ കർത്താവാണ്, ഞാനാണിത് ചെയ്യുന്നത്, അഹങ്കാരത്തെ വെടിയുക. ഇന്ന് അഹങ്കാരത്തെ വെടിയാൻ പറ്റുമോ? മരണം വരെ നമുക്ക് അഹങ്കാരം ഉണ്ടാവും. പക്ഷെ സാത്വികമായ കർമ്മം ചെയ്യുമ്പോൾ അഹങ്കാരം നേരത്തതായിട്ട് വരും. ഞാനെന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല. സൂര്യനെ പോലെ അവസാനം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാനാണ് കൊടുക്കുന്നത് കൂടി അറിയുന്നില്ല, എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയുന്നില്ല. മനസ്സിലായ? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ ചെയ്തു എന്ന് വേണ്ട. വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടാണ്. അവിടെയാണ് സമർപ്പണം വരിക. ഭഗവത്ഗീത അവസാനത്തുമ്പോഴേക്കും ഇതിന്റെ ഏറ്റവും സൂക്ഷ്മമായ രഹസ്യമായിട്ട് ഭഗവാൻ അവതരിപ്പിക്കുന്നതാണ് സമർപ്പണം. എന്നിൽ തന്നെ സമർപ്പിക്കും. ശരിയായി ഞാൻ എൻ്റെ അതിലേക്ക് കംപ്ലീറ്റ് സമർപ്പിക്കുക. അപ്പോൾ കൃഷ്ണനെ സമർപ്പിച്ചുണ്ടായി, ഭഗവാനെ സമർപ്പിച്ചു. കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെ, ചൈതന്യമാണ്. അത് അവിടേക്ക് ലാസ്റ്റ് വരും. ക്ലിയർ ആയല്ലോ? മൂന്നാമത്തത് അതിനൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക. ആരുരുക്ഷോർ മുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. കർമ്മമാണ് ഉപായം. എന്നാൽ ഈ കർമ്മം കൊണ്ട് തന്നെയാണ് നമുക്ക് ശ്രേയസ് ഉണ്ടാവുന്നത്, അല്ലേ? കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? എന്തൊരു വിഡ്ഢിത്തരങ്ങളായിരുന്നു പണ്ടത്തെ ആൾക്കാരൊക്കെ. എന്താ പറയാ, ഈ സന്യാസം എന്നൊക്കെ പറഞ്ഞ് കാവ്യൊക്കെ ഇട്ട്, അല്ലേ? ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല. എത്രയോ മഹത് വ്യക്തികള്
അല്ലെ? ആ മാർഗത്തിലേക്ക് പോയി കർമ്മത്തെ എന്താ പറയാ അഗ്നി പോലെ ശുദ്ധി വരുത്തിയവരുണ്ട്. ഞാൻ അവരാരെയും നമുക്ക് ഒരു തരത്തിലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു കാവ്യ വസ്ത്രം എടുത്തിട്ട് അല്ലെ പക്ഷെ മനസ്സാണ് അവിടെ യോഗ്യത ആവേണ്ടത്, സന്യാസിയാവേണ്ടത്. കർമ്മം തന്നെയാണ് ഉപായം. കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടലല്ല. കൃത്യമായിട്ടും ഗൃഹസ്ഥാശ്രമിയെ ഒരു തരത്തില് പുഷ്ടിപ്പെടുത്തുന്നുണ്ട് അല്ലെ? കൃഷ്ണൻ സന്യാസിയായിട്ടാണോ പറയണേ? കൃഷ്ണന് ഭാര്യമാരൊക്കെ ഉണ്ട് അവിടെ, അർജുനനുണ്ട്. അത് അവിടെയാണ് ഭഗവത്ഗീതയുടെ ഒരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാവുന്നത്. കർമ്മം തന്നെ ഉപായം, കർമ്മം തന്നെയാ പ്രശ്നം. എന്താ കർമ്മം പ്രശ്നമാകുന്നത് എങ്ങനെയാ? ഞാനാണെന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ. എന്നാ കർമ്മം എങ്ങനെയാ ചെയ്യേണ്ടേ? യജ്ഞരൂപത്തിൽ ചെയ്യാം, എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അത് തന്നെയാ ഒരു രഹസ്യം വെളിവായി. ഇത് ഇന്ന് ഇവിടുന്ന് അടുത്തേക്ക് പോകണമെങ്കിൽ ജീവിതത്തിൽ പകർത്തണം നമ്മളെല്ലാവരും. നാളെ രാവിലെ എണീക്കുമ്പോ തന്നെ നന്ദി പറയാ, ഞാൻ പരമമായ ആത്മാവാണ്, എനിക്ക് മരണമില്ലാത്തതാണ് അല്ലെ? ഓരോ കർമ്മത്തിലേക്ക് നമ്മൾ കാല് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ കയ്യോ മനസ്സ് വയ്ക്കുമ്പോഴും ഓരോന്നിനെയും അവിടെയാണ് നമുക്ക് ഈ പഞ്ചഭൂതങ്ങളൊക്കെ അവര് ആരാധിക്കലല്ല ഉണ്ടായിരുന്നത്. അതൊക്കെ ഈ ഒരു അർത്ഥത്തില് അതിനൊക്കെ നന്ദിയാ പറയണേ. അതാണ് ഞാൻ പറയണേ, അടുക്കളയിൽ ആദ്യം തീ വരുമ്പോഴേക്കും അവിടെ നിന്ന് തന്നെ ഒരു യജ്ഞം തുടങ്ങുക അല്ലെ? ഭക്ഷണം ഉണ്ടാക്കി അന്നം ബ്രഹ്മേതി ഭജാന, അതിരുന്ന് അന്നം ബ്രഹ്മമാണ്, എന്നിട്ട് പ്രാർത്ഥനയോടെ കഴിക്കുന്നു. ആലോചിച്ച് നോക്കൂ, എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം അത്. അപ്പോ ഇവിടെ പറഞ്ഞത് എന്താ? കർമ്മം തന്നെയാണ് ഉപായം. യോഗത്തിൽ ആരൂഢനായ, സമ്യക്കായിട്ടുള്ള, പ്രാണനെ സൗമ്യമാക്കി വെച്ചിട്ടുള്ള, മനസ്സിനെ പ്രശാന്തമാക്കി വെച്ചിട്ടുള്ള, ഇതാണ് യോഗയുക്തൻ. അതിൽ ആരൂഢനായ അയാൾക്ക് ശമമാണ് സാധനം. ശമം, ദമം കേട്ടിട്ടുണ്ടെങ്കിൽ യോഗാവസ്ഥാണ് സമചിത്തത. ഓക്കെ, ശമം. അപ്പോൾ സങ്കല്പങ്ങൾ ഒരു തരത്തിൽ പിടിക്കുന്നതാണ് ശമം എന്ന് പറയാം. മനസ്സിലായല്ലോ? അത് നമുക്ക് പിന്നീട് ശമത പതഞ്ജലി യോഗസൂത്രത്തിനൊക്കെ നമുക്ക് പിന്നീട് അത് കയ്യിലേക്ക് കിടക്കാം. 4 ഞാൻ വിട്ടു, കാരണം ഇതിനെ തന്നെ റിപ്പീറ്റേഷനാണ്. അതിനെ വീണ്ടും 3 ശ്ലോകങ്ങളെ കൊണ്ട് ഊട്ടി ഉറപ്പിച്ചു. എന്താണ് സന്യാസം, എന്താണ് യോഗം, എന്താണ് സന്യാസി, എന്താണ് യോഗി, കർമ്മം തന്നെയാണ് ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആയി തോന്നണം അല്ലേ? ഇനി ധ്യാനയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ ഉദ്ധരേതാത്മനാത്മാനം ഇതൊക്കെ ഇരട്ടിപ്പിച്ചിട്ട് അത്ര ഇത് ചൊല്ലുക. സംസ്കൃതത്തില് പലരും പാരായണം ചെയ്യുമ്പോ ഇരട്ടിപ്പ് ശബ്ദങ്ങൾ വരുന്നില്ല. അല്ലേ? ആത്മാനമവസ, മഹാപ്രാണ ശബ്ദങ്ങൾ അതിനെ പറയാം സംസ്കൃതത്തില്. അല്പപ്രാണം, മഹാപ്രാണം. കണ്ടില്ലേ? ഛ ഛ, മഹാപ്രാണ ശബ്ദങ്ങള് സംസ്കൃതം. അത് നിങ്ങൾ എങ്ങനെ ചൊല്ലായാലും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ ശബ്ദമുണ്ട്, അതിന്റെ ഛന്ദസ്സുകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് അതൊരു മന്ത്രമായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന് കുറേ തർക്കങ്ങളൊക്കെ വരാം. ഇപ്പോ വടക്കേ ഇന്ത്യൻ ശൈലിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് അവരൊക്കെ. ഇത് 4 ഛന്ദസ്സുകളാണ്. ഉദ്ധരേതാത്മനാത്മാനം ഒരു പാദാണത്, 4 പാദങ്ങളായിട്ട് വരിക. ആത്മാനമവസാദയേത്, അത് അടുത്ത പാദം. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ, അത് 3ാമത്തെ പാദം. ആത്മൈവ രിപുരാത്മനഃ. അവിടെ വിസർഗത്തിന്റെ പ്രയോഗത്തിന് പണ്ഡിതന്മാരിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ ഫ്രണ്ട് വലിയ പണ്ഡിതനാണ്, ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച ആളാണ്. അദ്ദേഹം പറയും, സുനിലെ ഈ മൈവഹ്യാത്മനോ ബന്ധുഹു എന്ന് പറയണ്ടെന്ന് പറയാം. അദ്ദേഹം ബന്ധു എന്നാണ് പറയാ. വടക്കേ ഇന്ത്യയിൽ ആ പ്രയോഗം ഉണ്ട് അവിടെ. നമുക്ക് പ്രയോഗം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തർക്കിക്കാൻ നിൽക്കേണ്ട.
മനസ്സിലായില്ലേ? നമുക്ക് ഏതെങ്കിലും ഒരു ശൈലി എടുക്കാം. അപ്പൊ ഞാൻ ചൊല്ലിയത് വടക്കേ ഇന്ത്യൻ ശൈലിയാണ്. ആത്മൈവഹ്യാത്മനോബന്ധുഹു എന്നീ ചൊല്ലിയാൽ മതി. ആത്മൈവരിപുരാത്മനഃ അവസാനം വരുമ്പോ അവിടെ വിസർഗം നമ്മൾ ചൊല്ലുന്നു. ക്ലിയർ ആയല്ലോ? അതെങ്ങനെയാണ് പാദങ്ങൾ. എല്ലാ 4 പാദങ്ങളല്ല ഭഗവത്ഗീതയിൽ. നിങ്ങളുടെ ധ്യാന ശ്ലോകത്തില് പല പാദയും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഉദ്ധരേതാത്മനാത്മ, എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര, ഈ ശ്ലോകമാണ് പണ്ട് ബ്രാഹ്മണന്മാര് ഭക്ഷണത്തിന് മുമ്പ് ചൊല്ലുക. ആത്മാവിനെ കൊണ്ട് ഉദ്ധരിക്കണം. അത് ഈ ശ്ലോകം അല്ല കേട്ടോ, സോറി, ക്ഷമിക്കണം. 15-ാമത്തെ അധ്യായം, ക്ഷമിക്കണം. ഓക്കെ, പക്ഷെ ഇത് വളരെ പ്രശസ്തമായ ഒരു ഉപനിഷത്ത്, ഇങ്ങനെ ചാന്തോഗ്യോപനിഷത്തിൽ നിന്ന് വന്നുള്ള ശ്ലോകമാണ്. ആത്മാവിനെ കൊണ്ട് തന്നെ ഉദ്ധരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കർമ്മം തന്നെ ഉപായം. അപ്പൊ ആത്മാവിനെ പോഷിപ്പിക്കുന്നത് ആത്മാവിനെ കൊണ്ട് തന്നെയാണ്. ആത്മാവിനെ കൊണ്ട് തന്നെയാണ് ആത്മാവിന്റെ അധപതനം ഉണ്ടാവുക. അപ്പൊ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണം. നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ്, അല്ലെ? സ്വന്തം കയ്യിലിരിപ്പ് തന്നെയാണത്. അപ്പൊ 2 കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കണം. ക്ഷമിക്കണം. ആദ്യം നമ്മൾ ജനിച്ച് ജോലിയൊക്കെ കിട്ടുമ്പോൾ പ്രയസിന് വേണ്ടി നമ്മൾ പ്രയാണം ചെയ്യും. പ്രയസ് എന്താ? തനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ പെട്ട് അലഞ്ഞ് ഉഴറി പൈസ ഒക്കെ ഉണ്ടാക്കി, പൈസ പോയി, അല്ലേ? അങ്ങനെ മനസ്സ് മൊത്തം അതുമല്ല, ഒന്നും വിടാൻ നേരില്ല. പിന്നെ വയസ്സാകുമ്പോഴാണ്, പിന്നെ പണ്ട് ഇപ്പൊ വയസ്സൊന്നും ഇല്ല. ഇപ്പൊ മരിക്കണ വരെയും ഈ എന്താ പറയാ, ഈ ഉപായങ്ങൾ എങ്ങനെ ചിന്തിക്കും. എന്തുപായം? പൈസ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, അല്ലെ? പ്രയസിന്റെ മാർഗം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ കാലത്ത്. കാരണം അതിൽ ചിന്ത ഒന്നും മാറാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല. ഒരു ഗ്യാപ്പ് ഇല്ല നമുക്ക്. കിടക്കുന്ന വരെ നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് കിടന്നിങ്ങനെ പോകും. ഞാനും അങ്ങനെ തന്നെയാണ്. അത് മാറണം. അപ്പോ ആത്മാവിനെ അധപ്പതിപ്പിക്കുന്നത് ആത്മാവിനെ കൊണ്ട് തന്നെയാണ്. ആത്മാവിനെ കൊണ്ട് ഒരു ചിന്തയില്ലാതെ, ഞാൻ ആരാണെന്നറിയാതെ, അല്ലെ? ക്ലേശങ്ങളെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അപ്പോ ഇതിന്റെ ഒരു സമത്തിലാണ് ശ്രേയസ് ഉണ്ടാവണം, വേണ്ടേ? ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം. എന്റെ നിത്യതയെ കുറിച്ച് എനിക്കൊരു സ്മരണയെങ്കിലും വേണ്ടേ? ദൈവമേ, എന്നിട്ട് കിടന്ന് കീഴാ നമ്മള്, അല്ലെ? നിത്യമായ അമരത്വമാർന്ന, അല്ലെ, ഒരു ജീവൻ വെച്ചിട്ട്, ആത്മാവിനെ വെച്ച്, അതെങ്ങനെയാ അമരത്വം എന്ന് പറയുമ്പോ യുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? ത്രേതം, കൃതം, ദ്വാപരം, കലി, യുഗങ്ങളിൽ കൂടെ പോകുന്ന, അതിനൊക്കെ എന്താ പറയാ, കാലാതീതമായ, കാലാവർത്തിയായിട്ടുള്ള ആത്മാവ് ആണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പ്രയസ് മാത്രമുള്ള കർമ്മങ്ങളിലേക്ക് പോയി നമ്മൾ ആത്മാവിനെ ശോഷിപ്പിക്കുന്നു. ആത്മാവ് ശോഷിക്കില്ല, ആത്മാവിനെ മറയ്ക്കുന്നു നമ്മൾ. അവിദ്യ എന്ന് പറയും. മനുഷ്യന്റെ ഒരു വ്യക്തി രീതിയിൽ അതിനെ അവിദ്യ എന്ന് പറയും. ബ്രഹ്മ രീതിയിൽ മായ എന്നും പറയാം. മനസ്സിലായല്ലോ? അപ്പൊ സൂക്ഷ്മകാര്യം, രഹസ്യങ്ങളാണ് ഇതൊക്കെ. ഋഷിമാരുടെ അടുത്തുനിന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയിൽ അതീവ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ട, മനനം ചെയ്ത് ജീവിതത്തിലേക്ക് സ്വാധ്യായമാക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വേസ്റ്റാണ്. ഞാനിരിക്കുന്ന സമയം എൻ്റെ വേസ്റ്റാ, നിങ്ങളുടേത് വേസ്റ്റാ. ഞാനിത് അനുവർത്തിക്കുമ്പോ എന്താ ഉണ്ടാവുക? മറന്നുപോകും, അല്ലെ? ആത്മാവിന്റെ പുള്ള എവിടേക്കാ? പുറത്തേക്കാവും. ഓരോരുത്തരും നോക്കിയാൽ അറിയാം. അത് നമുക്ക് കുറച്ച് 2 അധ്യായം കഴിഞ്ഞാൽ വരും. ഗുണപ്രധാനമായിട്ടുള്ള രജതമ ഗുണങ്ങൾ. അപ്പൊ ഏതാണോ നമുക്ക് ഇതുവരെ ആ ഭാണ്ഡത്തിന്റെ ഗുണങ്ങൾ ഏതാ? അപ്പൊ രജോ ഗുണാണെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും അകത്തേക്ക് പോവില്ല. നമ്മളിങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഉറക്കത്തിലും പുറത്താ നമ്മുടെ മനസ്സ്. അതെങ്ങനെ ഉണ്ടാക്കും, ഇതിങ്ങനെ ഉണ്ടാക്കും, ചിന്തകളുടെ ബഹള. അപ്പൊ നമുക്ക് മനസ്സിലാവും, ദൈവമേ, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ധ്യാനിക്കാൻ പറ്റില്ലല്ലോ, സമാധാനം പറ്റില്ലല്ലോ. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകും. സൈക്കോളജിസ്റ്റിന് ഈ രജോ കർമ്മം റെഡ്യൂസ് ചെയ്യണം മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ സെഡേഷൻസ് കൊടുക്കും. അവർക്കൊക്കെ അറിയാം എന്താ പ്രശ്നം. ഓവർ തിങ്കിങ് ആണ്, OCD ആണ്, ADHD ആണ്, പേരുകളൊക്കെ എഴുതും, അല്ലേ? എന്നിട്ട് യോഗ അഭ്യസിക്കാൻ പറയും, എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയും. അതൊക്കെ തന്നെയാണ് അവരുടെ ആൻസർ. പക്ഷെ രഹസ്യാത്മകമായ ആൻസർ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
പതഞ്ജലി പറഞ്ഞിട്ടുണ്ട് യോഗചിത്തവൃത്തി നിരോധ. ഈ ചിത്തവൃത്തിയെ, ബഹിർഗമിച്ചു പോകുന്ന വൃത്തിയെ, കർമ്മങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ രജോ കർമ്മങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ, പ്രാണന് വ്യത്യാസം വരും, സാത്വിക ബുദ്ധി ഉണ്ടാവും, ബുദ്ധി തെളിവും, അല്ലേ? അപ്പൊ നമ്മുടെ കളറ് മാറി തുടങ്ങും. രജോ ഗുണപ്രധാനമായിട്ടുള്ള ഇതിൽ നിന്ന് പതുക്കെ സാത്വിക ഗുണമായിട്ടിലേക്ക് വരും. അപ്പൊ ഈഗോ പതുക്കെ പതുക്കെ സൂക്ഷ്മമാവും. ഈഗോ കുറച്ചുകൂടി ഫൈൻ ട്യൂൺഡ് ആവും. കറുത്ത് ഇരുണ്ട ഈഗോ അല്ല, മറിച്ച് കുറേ കൂടി തെളിഞ്ഞേക്കും. അപ്പൊ നമ്മുടെ വെയിറ്റ് കുറയും. വെയിറ്റ് മെഷീൻ പോയി നോക്കരുത് കേട്ടോ. സത്കർമ്മങ്ങൾ ചെയ്ത ചിലപ്പോൾ വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടാവും ബോഡിയുടെ, പക്ഷെ ആത്മാവിന്റെ വെയിറ്റ് കുറയും, സൂക്ഷ്മമായിട്ടുണ്ടാവും. അപ്പൊ ആത്മാവിന്റെ കൊണ്ട് അധപ്പതിപ്പിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന. ആരാ കൃഷ്ണന്റെ ആത്മാവിനെ കൊണ്ട് ഉദ്ധരിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ എത്രയോ കാലം മനനം ചെയ്യേണ്ട ഒരു ശ്ലോകം നമുക്ക് കണ്ടിരിക്കുന്നത്. അപ്പോ അതാണ് 5ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് നോക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 16ാമത്തെ ശ്ലോകമാണ് പ്രധാനമായിട്ട് പിന്നെ വരുന്നത്, പിന്നെ 16 ഞാൻ വായിച്ചിരുന്നു, വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത്, അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ അധികം സ്പർശിക്കാത്തൊരു ശ്ലോകമാണ് 26. യദോ യദോ നിശ്ചരതി മനശ്ചലമസ്ഥിരം തതസ്തോ നിയമൈ തത് ആത്മന്യേവ വശം നയേത്. വിസർഗങ്ങളൊന്നും ഇല്ല അതില്. യദോ യദോ നിശ്ചരതി മനശ്ചലമസ്ഥിരം. ഇത് 6 പദങ്ങളല്ല ശരിക്കും. പണ്ഡിതന്മാരോട് ചോദിക്കണം. ചഞ്ചലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ മലയാളാർത്ഥം, ചഞ്ചലമായ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന. അസ്ഥിരം മന, ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മനസ്സ്. യഥ യഥ, ഓരോ വിഷയത്തിലേക്കും, ഏതേത് വിഷയത്തിലേക്ക്, നിശ്ചരതി, ഓടിക്കൊണ്ടിരിക്കുന്നുവോ, തഥ തഥ, അതിനെ പിന്തിരിപ്പിച്ച്, അതാത് വിഷയത്തിൽ നിന്നെല്ലാം, ഏതത് നിയമ്യ, അതിനെ പിന്തിരിപ്പിച്ച്, ആത്മനി ഏവ വശം നയേത്, ആത്മാവിന്റെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിക്കണം. ഇതാണ്, ഇതിന് വേണ്ടിയിട്ടാണ് എത്രയോ കർമ്മങ്ങൾ ലോകത്തില് പണ്ഡിതന്മാരും പാമരന്മാരും രാജ്യങ്ങളൊക്കെ ത്യജിച്ചു പോയത്, അല്ലേ? അപ്പോ തപസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏതെങ്കിലും വൃക്ഷത്തിന്റെ അടിയിൽ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കലല്ല, നല്ല ന്യൂമോണിയ ഒക്കെ പിടിച്ച് മരിക്കുവാണ്, എന്റെ അഭിപ്രായമാണ്. അത് ഉള്ളിൽ ചെയ്യുന്നവർക്കാ, അല്ലേ? നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ അർജുനോട് പറഞ്ഞോ, നീ ഇവിടെയൊക്കെ വിട്ട് വല്ല മരത്തിന്റെ ചോട്ടിൽ പോയിരിക്കാം? ഇല്ല, പറഞ്ഞിട്ടില്ല. രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്വാധീനത്തിൽ കൊണ്ടുവരുന്നു മനസ്സിന്. കർമ്മം ചെയ്യേ, ഇതെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർമ്മം ചെയ്യ്, നീ യുദ്ധം ചെയ്യൂ, മനസ്സിനെ നിയന്ത്രിച്ച്. ഇങ്ങനൊരു കൃതി ഞാൻ ആദ്യമായിട്ട് കണ്ടു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഷോപ്പൻ ഹോവർ എന്ന് പറഞ്ഞിട്ടൊരു, ഷോപ്പൻ ഹോവർ എന്നാണ് പറയാ, ജർമ്മൻ പണ്ഡിതനുണ്ട്. പണ്ഡിതൻ എന്നല്ല പറയാ, തത്വജ്ഞാനിയുണ്ട്. അദ്ദേഹം ഭാരതീയ ഈ ഭൗതശാസ്ത്രങ്ങളിൽ ഭയങ്കര താല്പര്യമുള്ള ആളും നന്നായി സമയം ചെലവഴിച്ച ആളാണ്. അദ്ദേഹത്തിന് ആദ്യം ഭഗവത്ഗീത കിട്ടിയപ്പോൾ സ്വാമി മുക്താനന്ദ സൂചിപ്പിച്ചിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ. അദ്ദേഹം തലയിൽ വെച്ച് നൃത്തം ചെയ്തു ഇത്ര ഈ ഒരു ആശയങ്ങളൊക്കെ കണ്ടപ്പോൾ, ആശയത്തിന്റെ ഗാംഭീര്യത കണ്ടപ്പോൾ, ജീവിതത്തിന്റെ രഹസ്യങ്ങൾ കേട്ടപ്പോൾ നൃത്തം ചെയ്തു. നമ്മൾ എന്ത് നൃത്തം? അപ്പോ ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം പറയുന്നത് മരച്ചോട്ടിൽ പോലും ധ്യാനിക്കാനല്ല, യുദ്ധഭൂമിയിൽ ഇരുന്ന് നീ കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ട്, അവിടെയാണ് അതിനാണ് സ്കില്ല് എന്ന് പറയാം. മനസ്സിലായ? സ്കില്ല് യുദ്ധഭൂമിയിൽ ചെന്നിരുന്നിട്ട് നീ മനസ്സിനെ നന്നാക്കും. ഇവിടൊക്കെ ഇരുന്ന് പറയാൻ നല്ല സുഖമല്ല, ഒരു സൂം മീറ്റിംഗില് സമാധാനമായിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച്, അല്ലേ? നമ്മൾ കുറിയൊക്കെ തൊട്ട് ദൈവമേനൊക്കെ വിളിച്ച് പാരായണമൊക്കെ ചെയ്ത് പറയാൻ നല്ല സുഖമാണ്. ശരിയായ കർമ്മം നമ്മുടെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ഒരു ചലഞ്ച് വരുമ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും.
അതിനാണ് ആ സ്കിൽ ഉണ്ടാക്കണം. ആ കർമ്മം നമുക്ക് നന്നായിട്ട് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ എന്ന് വിചാരിക്കണം. 27ാമത്തെ ശ്ലോകം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പ്രശാന്ത മനസംഹ്യേനം യോഗിനം സുഖമുത്തമം. ഇത് വായിക്കാൻ തന്നെ നല്ല നല്ല പദങ്ങളാണ് അല്ലെ. പ്രശാന്ത മനസ്സം കേൾക്കുമ്പോൾ തന്നെ പ്രശാന്തവും. ഹ്യനം യോഗിനം സുഖമുത്തമം. ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം അകൽമഷം ബ്രഹ്മഭൂതമകൽമഷം എന്നാണ് അതിന് പറയുക അല്ലെ. അകൽമഷം എന്ന് പറഞ്ഞാൽ വാസനകൾ തീർന്നതാണ് ഇതിനെ എന്താ പറയാ ഛേദിച്ച് മനസ്സിലാക്കുമ്പോ തരുന്നത് അർത്ഥം. കൽമഷമില്ലാത്ത വാസനകൾ തീർന്ന. കൽമഷം നമുക്ക് മലയാള അർത്ഥം അറിയാം, മലയാളം നന്നായി അറിയുന്നവർക്ക് അല്ലെ. കൽമഷം മലയാളം ഉപയോഗിക്കാൻ സംസ്കൃതത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഒരുപാട് മലയാള സംഗീതത്തിലും മലയാള പാട്ടുകളിലും കവിതകളിലും കൽമഷ പ്രയോഗങ്ങളുണ്ട്. ശാന്തരജസം പ്രശാന്ത മനസംഖ്യാനം യോഗിനം സുഖമുത്തമം. ശാന്തരജസം രജോമാലിന്യങ്ങൾ എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാനുള്ള കൃതം ഇങ്ങനെ എന്താ പറയാ മനുഷ്യന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുക. ആ മാലിന്യം തന്നെ പറഞ്ഞു നീങ്ങി പ്രശാന്തമായിട്ടുള്ള മനസ്സ് പ്രശാന്തമായി കൽമഷങ്ങൾ തീർന്നിട്ട് അതിൽ നിന്നുള്ള വാസനകൾ അവസാനിക്കുക. വാസനകൾ അതിന് ഒരു വലിയ പ്രഭാഷണം നടത്താനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. വാസന എന്നുള്ളൊരു വാക്യം ഞാനത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ വെക്കി തുടങ്ങും. വേണ്ട. വാസനകളെ തീർന്ന് ബ്രഹ്മഭൂതം ബൃഹത്താണ്. ബ്രഹ്മം എന്ന് പറയുന്നത് അർത്ഥം എന്നുള്ള വാക്കാണ്. ബൃഹത്താകുന്നത്, വ്യാപിക്കുന്നത്, ചരിക്കുന്നത്, മനസ്സിലായില്ലേ? വികസിക്കുന്നത്, സർവത്ര നിറഞ്ഞേക്കുന്ന ബ്രഹ്മം. അതാണ് ദൈവം, ഈശ്വരൻ, ഈശാവാസ്യം ഇതം സർവം. ഏനം യോഗിനം, ഈ യോഗിയെ അവനാണ് ബ്രഹ്മത്വം പോകിയ ആള്. അവനാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിന്. ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോ എങ്ങനെയുണ്ടാവും? വെള്ളത്തിൽ പഞ്ചസാര കലക്കിയ പോലെ. ഉദ്ദാലകൻ ചാന്തോഗ്യോപനിഷത്തിൽ ഉദ്ദാലകൻ ശ്വേതകേതു എന്നെ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. മകൻ 12 വർഷം ഗുരുകുല സമ്പ്രദായത്തില് വേദങ്ങളൊക്കെ പഠിച്ച് വീട്ടിലെത്തുമ്പോ ഒരല്പ അഹങ്കാരം കണ്ടപ്പോ ഉദ്ദാലകൻ ചോദിക്കുക, ഏതൊന്നാണോ അറിഞ്ഞാൽ എല്ലാം അറിയുന്നത്, അതിനെക്കുറിച്ച് നിനക്ക് അറിയാമോ? യുവാ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല. ശ്വേതകേതു അപ്പൊ അതൊന്നും അറിയില്ല. അപ്പൊ മകന് മനസ്സിലായി ഞാൻ വേണ്ട കാര്യമൊന്നും പഠിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, ഉദ്ദാലക ശ്വേതകേതു സംവാദമാണ് ചാന്തോഗ്യോപനിഷത്തിലെ ഒരു ഭാഗം, നല്ല രസാർത്ഥം. അവിടെ നിന്നാണ് ശ്വേതകേതുവിന് ജിജ്ഞാസ വരുന്നത്, ബ്രഹ്മജിജ്ഞാസ. ഓക്കെ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെ നിറഞ്ഞു നിൽക്കുക? അപ്പൊ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പ് കലക്കുക. നമുക്ക് പഞ്ചസാരയേക്കാം. പറയും, മകനെ സൗമ്യ എന്നാ വിളിക്കുക, സൗമ്യ നീ ഒരു ഭാഗത്ത് നിന്ന് തൊട്ട് നാവിൽ വെക്കൂ. എന്താണ് രസം? വേറെ ഭാഗത്തുനിന്ന് എടുത്തു. എല്ലാ ഭാഗത്തും ഒരേ രസം കലർന്നിരിക്കുക, കാണാൻ പറ്റില്ല. ബ്രഹ്മത്തില് നമ്മുടെ മനസ്സ് കലർത്താൻ പറ്റുന്നതാണ് അതിന്റെ സ്പഷ്ടമായ ശാസ്ത്രീയമായ തെളിവ്. എന്ത് ഭംഗിയായിട്ട് കൊണ്ടുവച്ചാൽ. ഇവിടെയാണ് പരമ്പരാഗത ജ്ഞാന സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടത്. നമ്മളാരാ? ധ്യാനിക്കുന്നവര്. ഈശ്വരനെ അറിയുക. ജ്ഞാനമാർഗം ശരിക്കും ഇതാ പറഞ്ഞത്, ഈശ്വരനെ അനുഭവിക്കേണ്ടതാ. ഈശ്വരനെ നമ്മൾ അടിച്ചു പിടിച്ച് പുറത്താക്കി ഏതൊരു ക്ഷേത്രം പുറത്ത്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥം. 24 ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നന്നായി വിശദീകരിച്ചു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ക്ഷേത്രജ്ഞനാണ് ദൈവം. അപ്പോ പുറത്താക്കരുത്, അതിനെ അനുഭവികമായ രീതിയിലേക്ക്. ഇങ്ങനെയാണ് ബ്രഹ്മഭൂതം, മനസ്സ് ശാന്തമായി വാസനകൾ തീർന്ന് ബ്രഹ്മത്വഭൂതം. ഇതിനെയാണ് ധ്യാനം എന്ന് പറയാം. ധ്യാനയോഗം എന്ത് ഭംഗിയില കൊണ്ടുവച്ചാൽ. ഇത് കർമ്മത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? അല്ല, കർമ്മം തന്നെ ഉപായം. കർമ്മത്തിൽ കൂടി തന്നെ ധ്യാനത്തിലേക്ക് വന്നു. ഇതിനൊക്കെ പലരും കർമ്മമാർഗം, ധ്യാനമാർഗം അങ്ങനെ വ്യവച്ഛേദിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ആത്മാനുഭവത്തിലേക്ക് കടക്കാതെ ഈ ചാപ്റ്ററിൽ നമുക്കത് കടക്കാൻ പറ്റില്ല.
പോയിട്ട് കാര്യമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ അനുഭവിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ആദ്യത്തെ ആത്മീയ അനുഭവം ഉണ്ടാവുക, ആദ്യത്തെ ഈശ്വരാനുഭവം ഉണ്ടാവുക. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതിഭൗതികമായി ഉണ്ടാക്കി വെച്ച ക്ഷേത്രങ്ങൾ, പ്രോട്ടോ ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അകത്ത് ഈ ലയിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ലയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് പുറത്തെ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അത് നമുക്ക് ക്ഷേത്രജ്ഞ വിഭാഗ യോഗമുണ്ട്, 16-ാമത്തെ അധ്യായം. ഫാമിനോട്ടോ അതെ, 16, 15 ക്ഷേത്രജ്ഞ 13-ാമത്തെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ എത്തുന്നത് കൃത്യമാണ് അർത്ഥം. ഇതാണ് ക്ഷേത്രം. അപ്പോ അകത്തെ ക്ഷേത്രത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു വെച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? അടുക്കളയില് ഈ ഞാൻ പറയാ, അപ്പൊ തീ കത്തിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു അധസ്തും അത് അകത്തും പുറത്തും ബ്രഹ്മം തന്നെയാണെന്ന് സങ്കല്പിക്കുന്നത് പോലെ ഈ 27-ാമത്തെ ശ്ലോകം, പ്രശാന്ത മനസ്സും ധ്യാനം യോഗിനം സുഖമുത്തമമായിട്ടുള്ള ധ്യാനാവസ്ഥയ്ക്ക് ഈശ്വരനിൽ അലിയ അല്ലെങ്കിൽ ഈശ്വരനിൽ കലർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ധ്യാനം, അല്ലെങ്കിൽ ഈശ്വരീയത, അല്ലെങ്കിൽ ഈശ്വരൻ അറിയാന്ന് പറയാം. മറ്റേത് അതിന് പുറത്തേക്ക് വെച്ചിട്ടുള്ളത് എന്താ? അതിന് പ്രോട്ടോ ലാംഗ്വേജ് എന്ന് പറയാം. ഇതാണ് ഇത് ഓർമ്മപ്പെടുത്തല. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു വിപ്ലവമാകുന്നത്. ഭഗവത്ഗീത ഒരു വലിയ വിപ്ലവമാണ്. നമ്മൾ പഠിച്ചു വെച്ച സാമ്പ്രദായികമായിട്ട് ഉള്ള കാര്യങ്ങളെ പഠിച്ചു വെച്ച രീതികൾ പൊളിച്ചടക്കേണ്ടി വരും. ഒരു തരത്തില് അത്തരം താല്പര്യങ്ങളില്ലാത്തൊരു വായിക്കാതിരിക്കുക നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം. നമുക്കൊരു സ്വതന്ത്രമായിട്ട് പറയാലോ ഓരോ കാര്യങ്ങളൊക്കെ. ഒരു അഭിപ്രായമായിട്ട് കണക്കൂട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ സാമ്പ്രദായികമായ ദൈവസങ്കല്പങ്ങൾ കൊണ്ടുവന്ന്, അഗ്നിസങ്കല്പങ്ങൾ കൊണ്ടുവന്ന്, ക്ഷേത്രസങ്കല്പങ്ങൾ കൊണ്ടുവന്നിരുന്നവർക്ക് അത്രയല്ല തീരെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത പുസ്തകം. കരന്ത് സത്യം പറയുന്നുണ്ട്. സത്യരഹസ്യമാണ്. കൃഷ്ണൻ തുടങ്ങുന്നത് അവിടെ നിന്നല്ല അല്ലെ? രഹസ്യം, ആ രഹസ്യമാണ് പറയുന്നത്. 26, 27 ശ്ലോകം ഞാൻ പറഞ്ഞു. പിന്നെ വരുന്നത് ധ്യാനയോഗത്തിൽ 36-ാമത്തെ ശ്ലോകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 35-ഉം ഒരു തരത്തില് 35-ഉം 36-ഉം കൂടി ബന്ധിക്കപ്പെട്ടിരിക്കുക. എന്നാലും 36 ഞാൻ വായിക്കാം. കാരണം 35-ന്റെ ഒരു റിസൾട്ടാണ് 36. ഞാൻ പറയാം. അസംയതാത്മനായോഗ ദുഷ്പ്രാപ ഇതി മേ മതിഹി. ഇത് 4 പാദങ്ങളായിട്ടാണ്. അസംയതാത്മനായോഗ അതൊരു പാദ. ദുഷ്പ്രാപ ഇതി മേ മതിഹി 2-ാമത്തെ പാദം. വശ്യാത്മനാതു യതത ശക്യോ വാപ്തുമുപായതഃ 36. എന്താണ് അതിന്റെ അന്വയം? അസംയതാത്മന, ആത്മസംയമനം ഇല്ലാത്തവന്. ഇപ്പൊ 17-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് 35-ലേക്ക് ഒരു സോമർസോൾട്ടാ. അവിടെ പറയുന്നത് എന്താ? പ്രാണന് സമ്യക്കല്ലാത്ത, ശാന്തമല്ലാത്ത പ്രാണൻ ആണ് മനസ്സിനെ കൊടുങ്കാറ്റഴിച്ചു വിടുക. യോഗ, ആത്മസംയമനമില്ലാത്തവന് യോഗസിദ്ധി ദുഷ്പ്രാപം ഇതി. അപ്പൊ അതിൽ പോകണ്ട എന്നാ പറയണത്. മേ മതിഹി എന്നാണ്. മേ മതി, എന്റെ അഭിപ്രായം. അവിടെയാണ് കൃഷ്ണന്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ വ്യാസൻ ഭംഗിയായിട്ടുള്ള എന്റെ അഭിപ്രായം. അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അഭ്യാസം, വൈരാഗ്യം വിശദമായിട്ട് പിന്നീട് പറയേണ്ട ആവശ്യങ്ങളാണ്. വശ്യാത്മന, മനസ്സിനെ സ്വാധീനിക്കുക. വശ്യാത്മന സ്വാധീനിക്കുക. അവാപ്തും ശക്യ, യോഗ സിദ്ധി തീർച്ചയായിട്ടും കൈവരിക്കാൻ കഴിയും എന്നില്ല എന്ന് പറയുന്നില്ല. ഇവിടെ 35 എത്തുമ്പോഴേക്കും
4-ാമത് അധ്യായം തൊട്ട് കർമ്മത്തെ പ്രകീർത്തിച്ച് പിന്നെ കർമ്മ സന്യാസത്തെ പ്രശംസിച്ച് അവസാനം ധ്യാനത്തിലേക്ക്. ഇതൊക്കെ കർമ്മം കൊണ്ട് തന്നെ ചെയ്യണം, അല്ലേ? വീണ്ടും ഞാൻ ഇപ്പൊ ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് 5-ാമത്തെ ശ്ലോകം, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേ. ആത്മാവിനെ കൊണ്ട് തന്നെയാണ് ആത്മാവിനെ ഉദ്ധരിക്കേണ്ടത്. ആത്മാവിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ആത്മാവിനെ അധപ്പതിപ്പിക്കുന്നത്. കയ്യിലിരിപ്പ് തന്നെയാണെന്ന് അർത്ഥം. ഒരാള് നമ്മുടെ വിധിക്ക് യാതൊരു, എന്താ പറയാ, നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അല്ലെ, യാതൊരു വ്യത്യാസമില്ലാന്ന് കൃത്യമായിട്ട് അടിവരയിടുന്നുണ്ട്. 37 അയതി ശ്രദ്ധയോപേത. ഇത് ഞാൻ പേത എന്ന് പറയുമ്പോൾ അവിടെ വിസർഗം ഉണ്ടെങ്കിലും ഞാനത് ദക്ഷിണ ശൈലിയിലാണ് ഇപ്പൊ ചൊല്ലിയത്. അയ്യതി ശ്രദ്ധയോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം പറയും, അതങ്ങനെ ചൊല്ലിയാൽ മതിയാടാ, പേത എന്ന് വേണ്ടെന്ന് പറയും. ചിത്രത്തിന് ഓർമ്മ വരും. ഒരു ദിവസം വിളിക്കാം, നല്ല സംസ്കൃത പണ്ഡിതനാണ്, ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാലക്കാട്ടുകാരനാണ്, നല്ലൊരു സാറാണ്. റബ്ബർ ബോർഡ് വർക്ക് ചെയ്യാം. ഒരു ദിവസം വിളിക്കാം നിങ്ങൾക്ക്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഇത് ചൊല്ലുന്നവർക്കേ മഹാപ്രാണ അല്പപ്രാണ ശബ്ദങ്ങള്, പാദങ്ങൾ എങ്ങനെ ഇതാക്കാന്നൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ക്ലാസ് എടുക്കാം. അപ്പൊ ഇവിടെ എന്താ പറയണേ? അയതി ശ്രദ്ധയോ ഭേദ യോഗ ചലിതമാനസ. അവിടെ അർജുനന്റെ ചോദ്യമായിട്ടാണ്. ശ്രദ്ധയുള്ളവൻ തന്നെയെങ്കിലും ആത്മസംയമനം നേടാൻ കഴിയാത്തതിനാൽ ഏകാഗ്രത കിട്ടാതെ യോഗാചലിത മനസ്സ് യോഗമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് യോഗസിദ്ധി പ്രാപിക്കാൻ കഴിയാതെ വന്നാൽ കാം ഗതിം ഗച്ഛതി. അവന്റെ ഗതി എന്താ? അർജുനന് പേടി തുടങ്ങില്ലേ? ഇതൊക്കെ ചെല്ലാണ്ട് ശ്രേയസ് മാത്രം നോക്കി, സമ്പത്ത് മാത്രം നോക്കി, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി, ശ്രേയസിലേക്ക് ഒരു ചിന്ത കൊടുക്കാതെ പോകുമ്പോ അനന്തകോടി, എന്താ പറയാ, ഈ യുഗങ്ങളിൽ കൂടെ ഇങ്ങനെ ജന്മങ്ങൾ, ഇങ്ങനെ അടുത്ത ജന്മം യുഗങ്ങൾ, അതൊരു എന്താ പറയാ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വിശ്വ സർക്കിളിലേക്ക് വീണു പോകും. നാരായണ ഗുരുവൊക്കെ എന്ത് സിമ്പിളായിട്ട് തന്നെ പറയുന്നത്. അവിടെയാണ് ശ്രേയസിലേക്ക് ഒരു ചിന്തയെങ്കിലും ഇടയ്ക്ക് വേണം. അത് ശങ്കരാചാര്യ ഭയങ്കര ഭംഗിയായി പറയുന്നുണ്ട്. എന്താ പറയാ, മഹാപുരുഷ സംയോഗം, മനുഷ്യാണോ മനുഷ്യത്വം ഉണ്ടാവുക, മോക്ഷേച്ഛ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അർജുനൻ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ചോദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുക വ്യാസൻ അർജുനനിലൂടെ, അല്ലേ? എന്തായിരിക്കും അവന്റെ ഗതി? അപ്പൊ അവിടെയാണ് 38. കച്ചിന്നോ ഭയ വിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ അർജുന വിമൂഢോ ബ്രാഹ്മണപഥി. അർജുനന്റെ സംശയം തന്നെയാണ്. അവിടേക്ക് അർജുനന്റെ സംശയത്തിന് ഇതന്നെ, വിമൂഢനായ അവൻ ബ്രഹ്മമാർഗത്തിൽ നിലയുറപ്പിക്കാതെ രണ്ടിൽ നിന്നും തെറ്റി ചിന്നിച്ചിതറിയ മേഘം പോലെ നശിച്ചു പോകില്ലേ പേടിച്ചു. അർജുനന് മോക്ഷേച്ഛ പതുക്കെ തുടങ്ങി. അവിടെയാണ് അർജുനന്റെ 40-ാമത്തെ പ്രസക്തമായിട്ടുള്ള ശ്ലോകം വരുന്നത്. പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. അർജുന, അവന് ഇഹത്തിലും പരത്തിലും ആ യോഗിയായിട്ടുള്ള ഒരാൾക്ക് നാശമില്ല. എന്തെന്നാൽ അർജുന, കല്യാണകൃത് കശ്ചിത്, മംഗളകർമ്മം ചെയ്യുന്ന ഒരാളും ദുർഗതി പ്രാപിക്കില്ല. മംഗളകർമ്മം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. എന്താ? അമ്പലത്തിൽ പോവുക, പൈസ ഇടുക, കുറി വരയ്ക്കുക, അതല്ല മംഗളകർമ്മം ഉദ്ദേശിക്കുന്നത്. ഇവിടെ മംഗളകർമ്മം ഉദ്ദേശിക്കുന്നത് ഈ അധ്യായം ഇവിടെ വരെ കൊണ്ടുപറഞ്ഞു. മനസ്സിനെ ശ്രേഷ്ഠമാക്കി, ശ്രേഷ്ഠതയിൽ ഉറപ്പിച്ച്, ആത്മമാർഗത്തിലേക്ക് ഉറപ്പിച്ച്, കർമ്മം കൊണ്ട് ആത്മാവിനെ ഉദ്ധരിപ്പിക്കുന്നതാണ് മംഗളകർമ്മം. മംഗളം. ഇതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുകയും യഥാർത്ഥ വ്യാഖ്യാനത്തിന്റെ ശുദ്ധിയിലേക്ക് കൊണ്ടുപോകും ആണ് നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കാൻ പഠിക്കുന്നത്. സമയമായി കേട്ടോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ധ്യാനയോഗം ഒരുവിധം പറയാൻ ശ്രമിച്ചു, മനസ്സിലായില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ
पूर्णमेवावशिष्यते। ओम शांति शांति शांति।